ജിംന എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കാലടിക്കടുത്ത് മാണിക്യമംഗലം എന്ന സ്ഥലത്ത്, കാലടിയിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം മാത്രം ഉള്ള മാണിക്യമംഗലത്തുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഓപ്പൺ ജിംനേഷ്യവുമാണ്. 2025 ജനുവരിയിലാണ് വർക്കെല്ലാം കഴിഞ്ഞ് ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. കാലടിയിൽ ഈ ഭാഗത്തുള്ളവർക്കെല്ലാം വൈകുന്നേരം നടത്തുന്നതിനും അതുപോലെ തന്നെ ഓപ്പൺ ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്യുന്നതിനും വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണിത്. ഇതുവഴി പോകുന്ന സഞ്ചാരികൾക്കും നേരം വിശ്രമിക്കാനും സമയം ചെലവഴിക്കാനും എല്ലാം പറ്റിയ ഒരു സ്ഥലമാണിത്. ഇതുവഴി പോയപ്പോൾ കണ്ട ഈ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് വാഹനം പാർക്ക് ചെയ്തു. വാഹനം പാർക്ക് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് പാർക്കിംഗ് ഗ്രൗണ്ട് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഈ കാണുന്ന പോലെ റോഡ് സൈഡിൽ തന്നെ വാഹനം പാർക്ക് ചെയ്യണം. ഒരു കുളമെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഒരു ചിറയാണ്. വളരെ വിസ്തീർണമുള്ളൊരു ചിറയില് ചുറ്റും ഇതുപോലെ കെട്ടി ടൈൽസ് എല്ലാം ഇട്ട് മനോഹരമാക്കി ഗാർഡൻ എല്ലാം ചെയ്ത്, അതുപോലെ തന്നെ കോൺക്രീറ്റ് ബെഞ്ചുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. തണൽ മരങ്ങളുമുണ്ട്. ഇവിടെ കാണുന്ന ഈ ചിറയില് ഇവിടെ പഞ്ചായത്തിന്റെ തന്നെ മത്സ്യകൃഷിയുമുണ്ട്. ടൈൽസ് പാകി വിരിച്ചിരുന്ന ഈ നടപ്പാതയിൽ തന്നെ നടക്കുന്നതിന് തന്നെ നല്ല രസം തോന്നും. കാരണം ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കായൽ പോലെയുള്ള ഈ ചിറയും അതിന്റെ ഓരത്തുകൂടിയുള്ള നടത്തമാണ്. നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങില് ഈ നടന്ന ഇവിടെ മുതൽ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററിൽ അധികം ദൂരം നമുക്ക് ചില സൈഡിൽ കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ ജിംനേഷ്യത്തിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരു അമ്പലവും ഉള്ളത്. ഞങ്ങളിവിടെ ചെന്നത് ഉച്ച സമയത്തായിരുന്നു, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റേഴ്സ് ഒന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല. അല്പദൂരം ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നതാണ് ഈ അമ്പലം. ഉച്ചസമയമായതുകൊണ്ട് ഇവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഗവൺമെന്റ് ഈ സംരംഭം ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം വളരെ ഉപകാരപ്രദമാണ്. അധികം റിസ്ക് ഒന്നുമില്ലാതെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടത്തുന്നതിനും കാറ്റുകൊള്ളുന്നതിനും അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം ഒത്തിരിക്കാനും എല്ലാം ഒരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്ററിനകത്ത്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും സഹകരിച്ചാൽ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ ഭാവിയിലും എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും. കാലടി ജംഗ്ഷനിൽ നിന്ന് മാണിക്യമംഗലം എന്ന സ്ഥലം അന്വേഷിച്ചാൽ മതി. ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഓപ്പൺ ജിംനേഷ്യവും ഉള്ളത്. നമ്മളങ്ങനെ ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. 1 കിലോമീറ്ററിൽ താഴെ ദൂരമുണ്ട് മെയിൻ റോഡിൽ നിന്നും. ഇങ്ങനെയുള്ള ഈ സൈഡിലത്തെ വാക്ക്വേയിൽ കൂടി നമുക്ക് നടക്കാനായിട്ട്. നമ്മളങ്ങനെ ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഭാഗത്തെത്തിയിരിക്കുകയാണ്.
പുതിയതായിട്ട് ഇവിടെ നിർമ്മിച്ചതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഓപ്പൺ ജിംനേഷ്യത്തിന്റെ വശത്തായിട്ട് തന്നെ ഇവിടെ വാഷ്റൂമും സൗകര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബെഞ്ചുകളെല്ലാം കാണാൻ സാധിക്കും. കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള 1-2 ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയും. ചെറിയൊരു ഊഞ്ഞാലും അതുപോലെ കുട്ടികൾക്ക് ഇരുന്ന് കറങ്ങാൻ കഴിയുന്ന ചെറിയ സാധനങ്ങളെല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓപ്പൺ ജിംനേഷ്യം എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു നടക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ പോകുന്ന സ്ഥലത്തുള്ള ചെറിയ ചെറിയ ഡെസ്റ്റിനേഷൻ കൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നത് ഞാൻ ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്ര വലിയൊരു ടൂറിസ്റ്റ് സെന്റർ ഒന്നല്ല ഇത്, എങ്കിലും നമുക്ക് ഈ വഴി കാലടി വഴി പോകുമ്പോൾ അല്പം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഇവിടെ ഇരുന്ന് അല്പം റെസ്റ്റ് എടുത്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ സ്ഥലം കാണിച്ചത്. ഈ വിശ്രമ കേന്ദ്രത്തിനോട് ചേർന്ന് തന്നെ ടീ സ്റ്റോളും അതുപോലെ സ്നാക്സ് എല്ലാം കിട്ടുന്ന കടകളെല്ലാം ഉണ്ട്. റോഡിൽ നിന്ന് അധികം ഉള്ളിലേക്ക് നടക്കാതെ തന്നെ നമുക്ക് റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ ഇരുന്ന് വിശ്രമിക്കാനും കാറ്റ് കൊള്ളാനുമുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയുള്ള ബെഞ്ചുകളെല്ലാം വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.